കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ കഞ്ചാവ് വാങ്ങാനെത്തിയ യുവാക്കളെ സാഹസികമായി നാട്ടുകാർ പിടികൂടിയെന്ന വാർത്ത വരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് പ്രതികളെ പിടികൂടുന്ന ദൃശ്യം ഇതാ പ്രേക്ഷകർ കണ്ടോളൂ. നാട്ടുകാർക്ക് നേരെ ബൈക്ക് ഓടിച്ചു കയറ്റാനും യുവാക്കൾ ശ്രമിച്ചു എന്നാണ് അവിടെ നിന്ന് വരുന്ന പരാതി. ുമായി അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുകയാണ്. അരുൺ, എന്തായിരുന്നു വിവരങ്ങൾ? എന്തായാലും ഒരു നല്ല സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നുന്നു നാട്ടുകാർ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഓക്കെ, പറയൂ അരുൺ. എസ് കെ, നമ്മുടെ നാട്ടിലിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ഈ ലഹരി സംഘങ്ങൾക്കെതിരെ നാട്ടുകാരുടെ കൂട്ടായ്മകൾ, ലഹരി വിരുദ്ധ സ്ക്വാഡുകളൊക്കെ വളരെ സജീവമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അത് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പാണ് ഇത്. ഈ പുല്ലൂപ്പിയിൽ പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി മയിൽ പോലീസും അവിടുത്തെ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയും ചേർന്നവരൊരു സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു. ഇങ്ങനെ സംശയകരമായ പ്രദേശത്ത് എത്തുകയും അങ്ങനെ ലഹരി വാങ്ങാനോ അല്ലെങ്കിൽ ഈ ലഹരി മരുന്നുകൾ വാങ്ങാനായി എന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ നിരീക്ഷിക്കുകയും അത്തരം പോലീസിന് കൃത്യമായ വിവരങ്ങൾ കൈമാറുകയൊക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ സംഭവം, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആധാരമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അവിടെ രണ്ടുപേരെത്തുന്നു. ആ നാട്ടുകാർക്ക്, ഈ സ്ക്വാഡിൽ ഉൾപ്പെട്ട നാട്ടുകാർക്ക് ആദ്യം തന്നെ സംശയം തോന്നി. അവർ വിചാരിച്ചതുപോലെ തന്നെ അവർ ഈ കഞ്ചാവ് വാങ്ങുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയത്. കൈയോടെ തന്നെ നാട്ടുകാർ പിടികൂടുന്ന ഘട്ടത്തിൽ ഇവർ ഓടിച്ചിരുന്ന ബൈക്ക് നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ നാട്ടുകാർ സാഹസികമായി ആ സ്ക്വാഡിലുള്ളവരെല്ലാം ചേർന്ന് ഇവരെ രണ്ടുപേരെയും കൈയോടെ പിടികൂടുന്ന സമയത്ത് ഇവരെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു. അതിനുശേഷം മയിൽ പോലീസിനെ വിവരം അറിയിച്ചു. മയിൽ പോലീസിനെ എത്തിച്ച് അവിടെ കൈയോടെ തന്നെ ഈ രണ്ട് പ്രതികളെയും കൈമാറുകയും ചെയ്തു. അവരുടെ അറസ്റ്റ് മയിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവർ ലഹരി വാങ്ങാൻ ആരാണ് ഇവർക്ക് വിൽപ്പന നടത്തിയെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നതാണ്. എന്തായാലും എല്ലാ നാട്ടിലും ഇത് മാതൃകയാക്കാൻ പറ്റുന്ന, പോലീസിനോടൊക്കെ ചേർന്ന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ്. എന്തായാലും ഇത് ഇത്തരം സ്ക്വാഡുകൾ എന്തായാലും നാട്ടിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.